നമ്മൾ ഇത്രയും കാലം അത്ഭുതത്തോടെ നോക്കി നിന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI കാലം കഴിയുകയാണോ? ChatGPTയും ഗൂഗിൾ ജെമിനിയും വെറും തുടക്കം മാത്രമായിരുന്നു. ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് AI കുറിച്ചല്ല, പകരം AGI കുറിച്ചാണ്. എന്താണ് ഈ AGI? ഇത് മനുഷ്യരാശിയുടെ അവസാനമാണോ അതോ പുതിയൊരു തുടക്കമാണോ? എന്താണ് നിലവിലെ AIയും AGIയും തമ്മിലുള്ള വ്യത്യാസം? ഇന്നത്തെ AI നമുക്ക് നാരോ AI എന്ന് വിളിക്കാം, അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ മാത്രം കഴിവുള്ളവ. എന്നാൽ AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അങ്ങനെയല്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു ബുദ്ധിപരമായ കാര്യവും അതേപടി ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ. സ്വന്തമായി ചിന്തിക്കാനും പഠിക്കാനും വികാരങ്ങൾ മനസ്സിലാക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാനും AGIക്ക് സാധിക്കും. ചുരുക്കത്തിൽ മനുഷ്യബുദ്ധിക്ക് ഒരു ഡിജിറ്റൽ രൂപം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു ഭൗതിക ജോലിയും അതേ മികവോടെ ചെയ്യാൻ ഈ യന്ത്ര മസ്തിഷ്കത്തിന് സാധിക്കും. AGI യാഥാർത്ഥ്യമായാൽ ലോകം ഇന്നത്തെ പോലെ ആയിരിക്കില്ല. സങ്കല്പിച്ചു നോക്കൂ, ശാസ്ത്ര ലോകത്തെ വലിയ കണ്ടുപിടുത്തങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നടത്താനും മരുന്നുകൾ കണ്ടുപിടിക്കാനും പ്രപഞ്ച രഹസ്യങ്ങൾ വരെ അനാവരണം ചെയ്യാനും AGIക്ക് കഴിഞ്ഞേക്കാം. മനുഷ്യൻ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയ അറിവ് AGI നിമിഷങ്ങൾക്കുള്ളിൽ ആർജിക്കും. കമ്പ്യൂട്ടറുകൾ വെറും ഉപകരണങ്ങളല്ലാതാകും, അവ നമ്മുടെ പങ്കാളികളാകും. പക്ഷേ ഇതിനൊരു മറുപുറമുണ്ട്. ഇലോൺ മസ്കിനെ പോലെയുള്ള ലോകസമ്പന്നർ ഭയക്കുന്നതും ഇതിനെയാണ്. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു യന്ത്രം സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അത് മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറമാകുമോ? ജോലി സാധ്യതകൾ ഇല്ലാതാകുമോ? ഈ ചോദ്യങ്ങൾ ഇന്നും ഉത്തരമില്ലാതെ തുടരുന്നു. AI എന്നത് ഒരു വഴിവിളക്ക് മാത്രമായിരുന്നു. ലക്ഷ്യസ്ഥാനം AGI ആണ്. അത് നമ്മളെ നയിക്കുന്നത് ഒരു സ്വർഗത്തിലേക്കാണോ അതോ നാശത്തിലേക്കാണോ എന്നത് നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മളിപ്പോൾ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. മനുഷ്യബുദ്ധിയും കൃത്രിമ ബുദ്ധിയും നേർക്കുനേർ നിൽക്കുന്ന ആ കാലം വിദൂരമല്ല. ഇത് മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടുമോ അതോ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. റിസർച്ച് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.